ദൈവത്തിൻ്റെ കടാക്ഷമില്ലാതെ ഒരിക്കലും നമുക്ക് പറ്റില്ല. അപ്പോൾ എല്ലാത്തിൻ്റെ എല്ലാമായ നമ്മുടെ ദൈവം ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ദൈവനോട് നമ്മൾ അനുഗ്രഹം എല്ലാം വാങ്ങിയിട്ട് നമ്മളിനി വിദ്യ ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ പൂജയ്ക്ക് വെച്ച ബുക്കാണ് ഞാൻ ആദ്യമായിട്ട് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എടുക്കുന്നത് ശിവപുരാണമാണേ. അപ്പോൾ നമ്മൾ ആദ്യം ശിവപുരാണം എടുത്തു. ഒരുപാട് ഗ്രന്ഥങ്ങളൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഫസ്റ്റ് 7 പേജ് കഴിയണം. 7 പേജുകൾ കഴിഞ്ഞിട്ടുള്ള പിന്നെ 8ാമത്തെ പേജ് മുതലാണ് നമ്മൾ വായിക്കാൻ വേണ്ടി തുടങ്ങേണ്ടത് കേട്ടോ. 4, 5, 6, 7. ഇനി 7 വരികൾ. 1, 2, 3, 4, 5, 6, 7. ഇനി 7 അക്ഷരം. 1, 2, 3, 4, 5, 6, 7. ഇനി വാക്യം മുതൽ വേണം നമ്മൾ വായിക്കാൻ. എന്ത് ചെയ്താലും നിങ്ങളും എന്നുള്ളതു ചിന്തിച്ചരുൾ ചെയ്ത അനുഗ്രഹം നൽകി എന്നതു കേട്ടു പറഞ്ഞു മൈത്രേയും സൗമിനി ഖേദകള സമീപന്തിനി. ഓക്കെ, നമ്മൾ കുറച്ച് വായിച്ചാൽ മതി. ഇനിയിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കണം എന്ന് ആഗ്രഹമുള്ളവർ വായിച്ചുകൊണ്ടിരുന്നോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ 2 സെന്റൻസ് വായിച്ചാൽ മതി. മുഴുവനായിട്ട് വായിക്കണം എന്നൊന്നുമില്ല. നമ്മൾ ആരംഭിച്ചു, വിദ്യ ജസ്റ്റ് ഒന്ന് തുടങ്ങി വെച്ചു, അത്ര മാത്രം. അപ്പോൾ നമ്മൾ മോസ്റ്റ് ആയിട്ടേ നമ്മുടെ ശിവപുരാണം വായിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും നിങ്ങളുടെ വിദ്യയൊക്കെ ആരംഭിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ ഓൾറെഡി എൻ്റെ ഒരു വിദ്യ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. അപ്പം എല്ലാവർക്കും മോസ്റ്റ് ആയിട്ട് ഒന്നും കൂടി ഞാൻ വിജയദശമി ആശംസകൾ നൽകുന്നു ഗായ്സ്. എല്ലാവരെയും ദേവി അനുഗ്രഹിക്കട്ടെ. എല്ലാവരുടെയും വായിൽ നല്ല വാക്കുകളും നല്ല വർത്തമാനങ്ങളും എല്ലാവരും നല്ല രീതിയിൽ ചിന്തിക്കാനും ദേവി അനുഗ്രഹിക്കട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.